ഏത് മൂഡ്? ഓണം മൂഡ്. ഇതേ കോഴിക്കോട് മാനാഞ്ചിറ ഓണത്തോടനുബന്ധിച്ച് അണിയിച്ചൊരുക്കുകയാണ്. അതുകൂടാതെ ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായില്ലേ? ഈ കഴിഞ്ഞ ഞായറാഴ്ച ട്രെൻഡിങ് ആയ ഒരു സ്ഥലമാണ്. എല്ലാ ന്യൂസ് ചാനലിലും ഉണ്ടായിരുന്നു നമ്മുടെ മിഠായിത്തെരുവിലെ തിരക്ക്. അപ്പം ഇന്നത്തെ ഈ മനോഹരമായ കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് സമർപ്പിക്കുകയാണ്. ആ ട്രെൻഡിങ് ആയ മിഠായിത്തെരുവ്, അവിടെ അന്ന് ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടു നോക്കാം. കോഴിക്കോടെ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലമാണ് SM സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവ്. പ്രത്യേകിച്ചും ഞായറാഴ്ചകളിൽ നല്ല തിരക്കാണ്. എല്ലാ ദിവസവും തിരക്കാണ്, ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ചും. നമ്മളെ ഇന്ന് ഞായറാഴ്ചയാണ്, അതും ഓണത്തിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച. അപ്പോൾ എങ്ങനെ ഉണ്ടാവും SM സ്ട്രീറ്റ്? കണ്ടു നോക്കാം ഓണക്കാലത്തെ മിഠായി തെരുവ്. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. നല്ല മഴയാണ്, അതുകൊണ്ടാണ് കുട ചൂടിയിരിക്കുന്നത്. ഈ പ്രാവശ്യം മഴക്കാലമാണ്. ഓണം എങ്ങനെ ഉണ്ടാവുമോ എന്തോ. അപ്പോൾ വിട്ടാലോ? കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഉദ്ദേശിച്ചത് 31/8/2025. SM സ്ട്രീറ്റിൽ പായസമേളയൊക്കെ നടക്കുന്നുണ്ട് ഓണത്തോട് അനുബന്ധിച്ച്. നല്ല യമണ്ടൻ തിരക്കാണ്. ഞാൻ ഈ തിരക്കിനുള്ളിലോട്ട് അങ്ങോട്ട് കിടക്കാൻ പോവുകയാണേ. ഈ വീഡിയോ കാണുന്ന നിങ്ങളാരെങ്കിലുമൊക്കെ SM സ്ട്രീറ്റിലെ ഈ തിരക്കിനുള്ളിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ തിരക്ക്. ഇത് നമ്മുടെ ഓണക്കാലത്തെ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതാ 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 ആപ്പരകിടക്കുന്ന മക്കളാലും കോഴിക്കോട് മിഠായി തെരുവിലെ തിരക്കാണ്. ഓണത്തിരക്ക്. ഞാനേ ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മിഠായി തെരുവിലോട്ട് ഇറങ്ങിയത്. അവിടെയൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് കുറച്ച് ചെരുപ്പ് വിൽക്കുന്ന സ്ഥലമുണ്ട്. തൽക്കാല യൂസിനൊക്കെ നമുക്ക് നല്ല ചെരുപ്പ് ഇവിടുന്ന് കിട്ടും. അങ്ങനെ ഞാൻ നടന്നിരുന്നതാ, ഇവിടെ ഉണ്ട് നല്ല ചെരുപ്പുകൾ കിട്ടും. ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാളയത്തേക്കുള്ള ക്രോസ് റോഡാണ്. ഇവിടെ നല്ല ചെരുപ്പ് നല്ല വിലക്കുറവിൽ കിട്ടുമേ. ഇനിയും നമ്മൾ കാണാൻ പോകുന്നതേ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ്. ഇതുണ്ടോ, മാനാഞ്ചിറ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു ഓണത്തെ വരവേൽക്കാൻ. ഫുൾ ലൈറ്റുകളാണ്. ഇവിടുത്തെ അടിപൊളി കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഇനിയും കൊണ്ടുവരാൻ പോകുന്നത്. ഇത് ഞാനേ ഞായറാഴ്ച എടുത്തതല്ല, വേറൊരു ദിവസം വൈകുന്നേരം എടുത്താണ്. 2 വീഡിയോയും കൂടെ ഒന്നിച്ചാക്കിയതാണ്, ഒറ്റ വീഡിയോ ആക്കി തീർത്തതാണേ. കണ്ടു നോക്കാം അതിലെ ആ അടിപൊളി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും ഓർത്തു വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനിയും വരാൻ പോകുന്നതേ കിഡിലം വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ. ഓണത്തോടനുബന്ധിച്ചുള്ള മാനാഞ്ചിറയിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കോഴിക്കോട് ലൈറ്റ് ഷോ മാത്രമല്ല,
മാനാഞ്ചിറയിലും ബീച്ചിലും അതുപോലെ തന്നെ ലുലു മാളിലും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് അടിപൊളി പ്രോഗ്രാമുകളുണ്ട്. കൂടാതെ സർഗാലയ വടകര അവിടെയും പ്രോഗ്രാം നടക്കുന്നുണ്ട് കോഴിക്കോടിലെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ അവിടേക്ക് പോയിട്ട് ഓണാഘോഷത്തിൻ്റെ ആ വൈബിൽ ചേരാം. പിന്നെ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നില്ല. കുറച്ചും കൂടി വീഡിയോസ് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടുത്തെ ലൈറ്റ് ഷോ കണ്ടു നോക്കാം. ഈ ഓണക്കാലത്ത് നമ്മളെ പറ്റിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര മഴയാണ്. ഞാനിതാ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പെരും മഴയായി. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ടൈമിൽ മാത്രമേ മഴയില്ലാതെ കിട്ടിയുള്ളൂ. ആ ടൈമിലെടുത്ത വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. കലാപരിപാടികൾ നടക്കുമ്പോഴത്തേനൊക്കെ ഭയങ്കരമായിട്ട് മഴ പെയ്തു. അത് വലിയൊരു പ്രശ്നമായി. ഈ ഓണത്തിന് മഴ പെയ്യാന്ന് വെച്ചാൽ മഴ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഓണത്തിന് മഴ പെയ്യാച്ചാൽ നമുക്ക് എന്താ പറയുക, ഒരു പരിപാടി നടക്കില്ല. അതാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഐശ്വര്യപൂർണമായ ഒരു ഓണക്കാലം നേർന്നുകൊള്ളുന്നു. പിന്നെ നമ്മുടെ സൺഡേ മാർക്കറ്റും മിഠായി തെരുവും, ഓണക്കാലത്തെ മിഠായി തെരുവും അതുപോലെ തന്നെ മാനാഞ്ചിറയിലെ ലൈറ്റ് ഷോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓണവിശേഷം വേറൊരു ഓണവിശേഷവുമായിട്ട് ഞാൻ വീണ്ടും വരാം. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. കുറച്ച് ഓണവിശേഷങ്ങൾ കൂടിയുണ്ട്. അതുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും സ്നേഹത്തോടെ ഓണാശംസകൾ.